ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ PSCയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള LGS മെയിൻ പരീക്ഷാ പരിശീലനമാണ്. LGSന് ശ്രമിക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ക്ലാസ്സാണിത്. ക്ലാസ് പൂർണ്ണമായും കണ്ടുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രി ആര്? VN വാസവൻ. കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രി ആര്? VN വാസവൻ. നോവലിനുള്ള 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയതാര്? PF മാത്യൂസ്. നോവലിനുള്ള 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയതാര്? PF മാത്യൂസ്. ഇന്ത്യയുടെ 75ാം സ്വാതന്ത്ര്യ വാർഷികാഘോഷങ്ങൾക്ക് നൽകിയിട്ടുള്ള പേരെന്ത്? ആസാദി കാ അമൃത് മഹോത്സവ്. ഇന്ത്യയുടെ 75ാം സ്വാതന്ത്ര്യ വാർഷിക ദിനാഘോഷങ്ങൾക്ക് നൽകിയിട്ടുള്ള പേരെന്ത്? ആസാദി കാ അമൃത് മഹോത്സവ്. 2021 പുതുവർഷ ദിനത്തിൽ ലോകത്തിൽ ഏറ്റവും അധികം കുട്ടികൾ ജനിച്ച രാജ്യമേത്? ഇന്ത്യ. 2021 പുതുവർഷ ദിനത്തിൽ ലോകത്തിൽ ഏറ്റവും അധികം കുട്ടികൾ ജനിച്ച രാജ്യമേത്? ഇന്ത്യ. പരസ്യങ്ങളിൽ ദൈവത്തിൻ്റെ പേരുപയോഗിക്കുന്നത് തടഞ്ഞുകൊണ്ട് ഉത്തരവിറക്കിയ ഹൈക്കോടതി ഏത്? ബോംബെ ഹൈക്കോടതി. പരസ്യങ്ങളിൽ ദൈവത്തിൻ്റെ പേരുപയോഗിക്കുന്നത് തടഞ്ഞുകൊണ്ട് ഉത്തരവിറക്കിയ ഹൈക്കോടതി ഏത്? ബോംബെ ഹൈക്കോടതി. വർദ്ധിച്ചു വരുന്ന ആത്മഹത്യ തടയാൻ ലോൺലിനെസ് വകുപ്പ് മന്ത്രിയെ നിയോഗിച്ച ആദ്യത്തെ ഏഷ്യൻ രാജ്യമേത്? ജപ്പാൻ. വർദ്ധിച്ചു വരുന്ന ആത്മഹത്യ തടയാൻ ലോൺലിനെസ് വകുപ്പ് മന്ത്രിയെ നിയോഗിച്ച ആദ്യത്തെ ഏഷ്യൻ രാജ്യമേത്? ജപ്പാൻ. ലോകത്തിലെ ഏറ്റവും വേഗം കൂടിയ സൂപ്പർ കമ്പ്യൂട്ടറായ ഫുഗാക്കു ഏത് രാജ്യത്തേതാണ്? ജപ്പാൻ. ലോകത്തിലെ ഏറ്റവും വേഗം കൂടിയ സൂപ്പർ കമ്പ്യൂട്ടറായ ഫുഗാക്കു ഏതു രാജ്യത്തേതാണ്? ജപ്പാൻ. ലോകത്തിൽ ആദ്യമായി COVID-19 വാക്സിൻ പുറത്തിറക്കിയ രാജ്യമേത്? റഷ്യ. ലോകത്തിൽ ആദ്യമായി COVID-19 വാക്സിൻ പുറത്തിറക്കിയ രാജ്യമേത്? റഷ്യ. ഇന്ത്യയിൽ COVID-19 വാക്സിനേഷൻ യജ്ഞത്തിന് തുടക്കമിട്ടതെന്ന്? 2021 ജനുവരി 16. ഇന്ത്യയിൽ COVID-19 വാക്സിനേഷൻ യജ്ഞത്തിന് തുടക്കമിട്ടതെന്ന്? 2021 ജനുവരി 16. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ പ്രവാസികളായുള്ള രാജ്യമേത്? UAE. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ പ്രവാസികളായുള്ള രാജ്യമേത്? UAE. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ പരാക്രം ദിവസ് ആയി ആചരിക്കാൻ തീരുമാനിച്ചത്? സുഭാഷ് ചന്ദ്രബോസ്. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ പരാക്രം ദിവസ് ആയി ആചരിക്കാൻ തീരുമാനിച്ചത്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയിൽ ആദ്യമായി ജയിൽ ടൂറിസം ആരംഭിച്ച സംസ്ഥാനമേത്? മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യമായി ജയിൽ ടൂറിസം ആരംഭിച്ച സംസ്ഥാനമേത്? മഹാരാഷ്ട്ര. ഓർമ്മകളുടെ ഭ്രമണപഥം ആരുടെ രചനയാണ്? നമ്പി നാരായണൻ. ഓർമ്മകളുടെ ഭ്രമണപഥം ആരുടെ രചനയാണ്? നമ്പി നാരായണൻ. താഴെ പറയുന്നവരിൽ 2021 കേരളത്തിൽ നിന്ന് പത്മശ്രീ പുരസ്കാരം നേടിയവരിൽ ഉൾപ്പെടാത്തതാര്? P. അനിത. താഴെ പറയുന്നവരിൽ 2021 കേരളത്തിൽ നിന്ന്
പത്മശ്രീ പുരസ്കാരം നേടിയവരിൽ ഉൾപ്പെടാത്തതാര്? പി. അനിത. 2021 ജനുവരിയിൽ താങ്ങുവില നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച കാർഷികോൽപ്പന്നം ഏത്? കൊപ്ര. 2021 ജനുവരിയിൽ താങ്ങുവില നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച കാർഷികോൽപ്പന്നം ഏത്? കൊപ്ര. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന ലൈബ്രറി നിലവിൽ വന്നത് ഏത് നദിയിലാണ്? ഹൂഗ്ലി. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന ലൈബ്രറി നിലവിൽ വന്നത് ഏത് നദിയിലാണ്? ഹൂഗ്ലി. അയൽ രാജ്യങ്ങൾക്ക് COVID-19 വാക്സിൻ നൽകാനുള്ള ഇന്ത്യൻ ദൗത്യമേത്? വാക്സിൻ മൈത്രി. അയൽ രാജ്യങ്ങൾക്ക് COVID-19 വാക്സിൻ നൽകാനുള്ള ഇന്ത്യൻ ദൗത്യമേത്? വാക്സിൻ മൈത്രി. എത്ര വയസ്സ് കഴിഞ്ഞവരെയാണ് ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയത്? 75 വയസ്സ്. എത്ര വയസ്സ് കഴിഞ്ഞവരെയാണ് ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയത്? 75 വയസ്സ്. 2021 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച മിത്ര സ്കീം ഏത് മേഖലയുടെ കുതിപ്പ് ലക്ഷ്യമിടുന്നതാണ്? ടെക്സ്റ്റൈൽസ്. 2021 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച മിത്ര സ്കീം ഏത് മേഖലയുടെ കുതിപ്പ് ലക്ഷ്യമിടുന്നതാണ്? ടെക്സ്റ്റൈൽസ്. നിർമ്മാണത്തിലിരിക്കുന്ന മര്യാദ പുരുഷോത്തം ശ്രീറാം എയർപോർട്ട് എവിടെയാണ്? അയോധ്യ. നിർമ്മാണത്തിലിരിക്കുന്ന മര്യാദ പുരുഷോത്തം ശ്രീറാം എയർപോർട്ട് എവിടെയാണ്? അയോധ്യ. ലോക് നായക് എന്ന പേരിൽ അറിയപ്പെടുന്നതാര്? ജയപ്രകാശ് നാരായണൻ. ലോക് നായക് എന്ന പേരിൽ അറിയപ്പെടുന്നതാര്? ജയപ്രകാശ് നാരായണൻ. ഇന്ത്യയിൽ തീവണ്ടി ഗതാഗതത്തിന് തുടക്കമിട്ടതാര്? ഡൽഹൌസി. ഇന്ത്യയിൽ തീവണ്ടി ഗതാഗതത്തിന് തുടക്കമിട്ടതാര്? ഡൽഹൌസി. ആര്യ സമാജം സ്ഥാപിച്ചതാര്? ദയാനന്ദ സരസ്വതി. ആര്യ സമാജം സ്ഥാപിച്ചതാര്? ദയാനന്ദ സരസ്വതി. ദണ്ഡി മാർച്ച് നടന്ന വർഷമേത്? 1930. ദണ്ഡി മാർച്ച് നടന്ന വർഷമേത്? 1930. സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച പാർട്ടി ഏത്? ഫോർവേഡ് ബ്ലോക്ക്. സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച പാർട്ടി ഏത്? ഫോർവേഡ് ബ്ലോക്ക്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. LICയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ. LICയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ. ഇന്ത്യയിലെ ബാങ്കുകളെ ദേശസാൽക്കരിച്ച പ്രധാനമന്ത്രിയാര്? ഇന്ദിരാഗാന്ധി. ഇന്ത്യയിലെ ബാങ്കുകളെ ദേശസാൽക്കരിച്ച പ്രധാനമന്ത്രിയാര്? ഇന്ദിരാഗാന്ധി. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? MS സ്വാമിനാഥൻ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? MS സ്വാമിനാഥൻ. രജത വിപ്ലവം എന്തിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതായിരുന്നു? മുട്ട. രജത വിപ്ലവം എന്തിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതായിരുന്നു? മുട്ട. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാര്? ലോക്സഭ സ്പീക്കർ. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാര്? ലോക്സഭ സ്പീക്കർ. അയിത്തോച്ചാടനം പ്രാവർത്തികമാക്കുന്ന ഭരണഘടനാ വകുപ്പേത്?
അനുച്ഛേദം 17. അയിത്തോച്ചാടനം പ്രാവർത്തികമാക്കുന്ന ഭരണഘടനാ വകുപ്പേത്? അനുച്ഛേദം 17. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷമേത്? 2005 ഒക്ടോബർ. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷമേത്? 2005 ഒക്ടോബർ. ഭരണഘടനാ പ്രകാരം താഴെ പറയുന്നവയിൽ പാർലമെൻറ്റിൻ്റെ ഭാഗം അല്ലാത്തതേത്? ഉപരാഷ്ട്രപതി. ഭരണഘടനാ പ്രകാരം താഴെ പറയുന്നവയിൽ പാർലമെൻറ്റിൻ്റെ ഭാഗം അല്ലാത്തതേത്? ഉപരാഷ്ട്രപതി. ഭരണഘടനയെ വ്യാഖ്യാനിക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? സുപ്രീം കോടതി. ഭരണഘടനയെ വ്യാഖ്യാനിക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? സുപ്രീം കോടതി. സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്നത് ഏത്? കൊൽക്കത്ത. സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്നത് ഏത്? കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ സംവിധാനം നിലവിൽ വന്നതെവിടെ? കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യ മെട്രോ റെയിൽ സംവിധാനം നിലവിൽ വന്നതെവിടെ? കൊൽക്കത്ത. ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് സ്ഥിതി ചെയ്യുന്നതെവിടെ? വിശാഖപട്ടണം. ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് സ്ഥിതി ചെയ്യുന്നതെവിടെ? വിശാഖപട്ടണം. വനവിസ്തൃതി ഏറ്റവും കൂടിയ സംസ്ഥാനമേത്? മധ്യപ്രദേശ്. വനവിസ്തൃതി ഏറ്റവും കൂടിയ സംസ്ഥാനമേത്? മധ്യപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ പർവ്വതനിരയേത്? ആരവല്ലി. ഇന്ത്യയിലെ ഏറ്റവും പഴയ പർവ്വതനിരയേത്? ആരവല്ലി. വിസ്തീർണം ഏറ്റവും കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏത്? വളപട്ടണം. വിസ്തീർണം ഏറ്റവും കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏത്? വളപട്ടണം. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന എത്ര നദികളുണ്ട്? 3. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന എത്ര നദികളുണ്ട്? 3. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനമേത്? ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനമേത്? ലാറ്ററൈറ്റ്. ഇനി പറയുന്നവയിൽ മയിൽ സംരക്ഷണ കേന്ദ്രമേത്? ചൂലന്നൂർ. ഇനി പറയുന്നവയിൽ മയിൽ സംരക്ഷണ കേന്ദ്രമേത്? ചൂലന്നൂർ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? പള്ളിവാസൽ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചതെവിടെ? കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചതെവിടെ? കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ടെലിവിഷൻ ചാനൽ ഏത്? ഏഷ്യാനെറ്റ്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ടെലിവിഷൻ ചാനൽ ഏത്? ഏഷ്യാനെറ്റ്. കേരളത്തിൽ എത്ര വൻകിട തുറമുഖങ്ങളാണുള്ളത്? 1. കേരളത്തിൽ എത്ര വൻകിട തുറമുഖങ്ങളാണുള്ളത്? 1. വരയാടുകളുടെ താവളം എന്ന നിലയിൽ പ്രസിദ്ധമേത്? ഇരവിക്കുളം. വരയാടുകളുടെ താവളം എന്ന നിലയിൽ പ്രസിദ്ധമേത്? ഇരവിക്കുളം. വേമ്പനാട്ടു കായലിൻ്റെ ഭാഗങ്ങളില്ലാത്ത ജില്ലയേത്? കൊല്ലം. വേമ്പനാട്ടു കായലിൻ്റെ ഭാഗങ്ങളില്ലാത്ത ജില്ലയേത്? കൊല്ലം. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരായിരുന്നു? കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരായിരുന്നു? കെ കേളപ്പൻ. കേരള ഗവർണർ പദവി വഹിച്ച ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായതാര്? വി വി ഗിരി. കേരള ഗവർണർ പദവി വഹിച്ച ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായതാര്?
വി ഗിരി. ആരുടെ കൃതിയാണ് ജാതിക്കുമ്മി? പണ്ഡിറ്റ് കറുപ്പൻ. ആരുടെ കൃതിയാണ് ജാതിക്കുമ്മി? പണ്ഡിറ്റ് കറുപ്പൻ. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയതാര്? GP പിള്ള. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയതാര്? GP പിള്ള. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാര്? അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാര്? അയ്യങ്കാളി. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? JC ഡാനിയൽ. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? JC ഡാനിയൽ. രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ മലയാള സിനിമയേത്? ചെമ്മീൻ. രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ മലയാള സിനിമയേത്? ചെമ്മീൻ. ഹോർത്തൂസ് മലബാറിക്കൂസ് ആരുടെ സംഭാവനയാണ്? ഡച്ചുകാർ. ഹോർത്തൂസ് മലബാറിക്കൂസ് ആരുടെ സംഭാവനയാണ്? ഡച്ചുകാർ. മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏതായിരുന്നു? രാജ്യസമാചാരം. മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏതായിരുന്നു? രാജ്യസമാചാരം. കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. ഗ്ലോക്കോമ രോഗം ബാധിക്കുന്ന അവയവമേത്? കണ്ണ്. ഗ്ലോക്കോമ രോഗം ബാധിക്കുന്ന അവയവമേത്? കണ്ണ്. ഏത് ധാതുവിൻ്റെ കുറവാണ് ഗോയിറ്റർ രോഗത്തിന് കാരണം? അയഡിൻ. ഏത് ധാതുവിൻ്റെ കുറവാണ് ഗോയിറ്റർ രോഗത്തിന് കാരണം? അയഡിൻ. പുളിപ്പുള്ള പഴങ്ങളിൽ കൂടുതലായുള്ള വൈറ്റമിൻ ഏത്? വൈറ്റമിൻ സി. പുളിപ്പുള്ള പഴങ്ങളിൽ കൂടുതലായുള്ള വൈറ്റമിൻ ഏത്? വൈറ്റമിൻ സി. ജലദോഷത്തിന് കാരണമായ അണുജീവി ഏത്? വൈറസ്. ജലദോഷത്തിന് കാരണമായ അണുജീവി ഏത്? വൈറസ്. ദഹിച്ച ആഹാരത്തിലെ പോഷകങ്ങൾ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് എവിടെ? ചെറുകുടൽ. ദഹിച്ച ആഹാരത്തിലെ പോഷകങ്ങൾ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് എവിടെ? ചെറുകുടൽ. അന്തരീക്ഷമർദ്ദം അളക്കാനുള്ള ഉപകരണമേത്? ബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കാനുള്ള ഉപകരണമേത്? ബാരോമീറ്റർ. മണ്ണെണ്ണയിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന ലോഹമേത്? സോഡിയം. മണ്ണെണ്ണയിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന ലോഹമേത്? സോഡിയം. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 7. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 7. എല്ലാ ആസിഡുകളിലും അടങ്ങിയിട്ടുള്ള വാതകമേത്? ഹൈഡ്രജൻ. എല്ലാ ആസിഡുകളിലും അടങ്ങിയിട്ടുള്ള വാതകമേത്? ഹൈഡ്രജൻ. എക്സ്റേ പതിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രക്ഷാകവചം ഏത് ലോഹം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ലെഡ്. എക്സ്റേ പതിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രക്ഷാകവചം ഏത് ലോഹം കൊണ്ടാണ് നിർമ്മിക്കുന്നത്? ലെഡ്. മനുഷ്യ ശരീരത്തിൽ എവിടെയാണ് അറ്റ്ലക്സ് എല്ല് സ്ഥിതി ചെയ്യുന്നത്? കഴുത്ത്. മനുഷ്യ ശരീരത്തിൽ എവിടെയാണ് അറ്റ്ലസ് എല്ല് സ്ഥിതി ചെയ്യുന്നത്? കഴുത്ത്. താഴെ പറയുന്നവയിൽ ആൻറ്റിബോഡിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതേത്? ലിംഫോസൈറ്റ്.
താഴെ പറയുന്നവയിൽ ആൻറ്റിബോഡിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതേത്? ലിംഫോസൈറ്റ്. ചുവന്ന രക്താണുക്കൾ അരിവാൾ രൂപത്തിൽ കാണപ്പെടുന്ന ജനിതക രോഗമേത്? സിക്കിൾ സെൽ അനീമിയ. ചുവന്ന രക്താണുക്കൾ അരിവാൾ രൂപത്തിൽ കാണപ്പെടുന്ന ജനിതക രോഗമേത്? സിക്കിൾ സെൽ അനീമിയ. ഏത് രോഗത്തെയാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന് വിളിക്കുന്നത്? മലേറിയ. ഏത് രോഗത്തെയാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന് വിളിക്കുന്നത്? മലേറിയ. മത്സ്യം അഴുകാതിരിക്കാൻ വ്യാപകമായി ഐസിൽ ചേർക്കുന്ന വിഷവസ്തുവാണ്? ഫോർമാൽ ഡിഹൈഡ്. മത്സ്യം അഴുകാതിരിക്കാൻ വ്യാപകമായി ഐസിൽ ചേർക്കുന്ന വിഷവസ്തുവാണ്? ഫോർമാൽ ഡിഹൈഡ്. ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീകൾക്കും പിന്നാക്കാവസ്ഥയിലുള്ള സ്ത്രീകൾക്കും വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? ശരണ്യ. ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീകൾക്കും പിന്നാക്കാവസ്ഥയിലുള്ള സ്ത്രീകൾക്കും വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? ശരണ്യ. സാർസ് രോഗം ശരീരത്തിലെ ഏത് ഭാഗത്തെ ബാധിക്കുന്നതാണ്? ശ്വാസകോശം. സാർസ് രോഗം ശരീരത്തിലെ ഏതു ഭാഗത്തെ ബാധിക്കുന്നതാണ്? ശ്വാസകോശം. കീടനാശിനികളിലെ മഞ്ഞ ത്രികോണം എന്തിനെ സൂചിപ്പിക്കുന്നു? കൂടിയ വിഷാംശം. കീടനാശിനികളിലെ മഞ്ഞ ത്രികോണം എന്തിനെ സൂചിപ്പിക്കുന്നു? കൂടിയ വിഷാംശം. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ തോതെത്ര? 9 to 11 മില്ലിഗ്രാം. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ തോതെത്ര? 9 to 11 മില്ലിഗ്രാം. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏത്? കരൾ. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏത്? കരൾ. ഹായ് ഫ്രണ്ട്സ്, ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.